അടുത്ത 24 മണിക്കൂർ എനിക്ക് 10,000 രൂപ ചിലവാക്കണം ഫുഡിന് വേണ്ടി. പക്ഷെ ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത് എന്താ മേടിക്കേണ്ടത്, സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയ്ക്കകത്ത് സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഐറ്റം റാൻഡംലി ചൂസ് ചെയ്യാം. എം ഗ്രിൽ പാരഗൺ ബോയ്സ്, എം ഗ്രിൽ പാരഗൺ വേറെ പാരഗൺ ആണ്. എന്തായാലും അവിടെ കഴിക്കേണ്ടത് നമ്മൾ സാൽമൺ കാർബനാര. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എം ഗ്രില്ലിലെ ഫുഡ് ഫുള്ളും കഴിച്ചു തീർക്കാൻ ഞാൻ നമ്മുടെ പയ്യൻ പറഞ്ഞ ഐറ്റം ഇവിടെ ആദ്യം ഉണ്ടായില്ലേ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ടല്ലേ മേടിക്കാൻ പറ്റുന്നത്. സാൽമൺ കാൽബനീറോ അതേ ഉണ്ടല്ലോ. ഓൻ എനിക്ക് ഇത് എളുപ്പമാക്കി തരുമെന്ന് തോന്നുന്നു കേട്ടോ. 950 എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഏകദേശം ഒരു 10-12 ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ തീർന്നു കിട്ടും. ഓർഡർ ചെയ്തൊക്കെ എന്തായാലും വരട്ടെ. ഇതിപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോടിലാണ് ചെയ്യുന്നത്. സാൽമൺ വരട്ടെ. കോഴിക്കോട് വെച്ച് എനിക്ക് 10,000 രൂപ ഒരു ദിവസം തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. സാൽമൺ എത്തിയിരിക്കുന്നു. ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് വടിയാണ്, നുറുക്കാണ്, അങ്ങനെ സെറ്റ്. ഇത് കഴിച്ച് തീർത്തിട്ടൊരു പരിപാടിയുണ്ട്. ഞാൻ ഇത് നേരത്തെയും കൊച്ചി കിച്ചണിൽ നിന്നാണ് കഴിച്ചായിരുന്നു. 1600 ഇത് 950. നമുക്ക് ടേസ്റ്റ് ആണെന്ന് പറയാം. ഹെഫ്റ്റി ആണല്ലോ. നല്ല നല്ല കട്ടിക്കുള്ള നല്ല ക്രീമി പാസ്ത. സ്റ്റീം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു 10 ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആവും. ആദ്യത്തെ പയ്യൻ എന്തായാലും കറക്റ്റ് സാധനം പറഞ്ഞത്. അത് സാൽമൺ ട്രൈ ചെയ്യട്ടെ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. കൊച്ചി കിച്ചണിൽ ഞാൻ സാൽമൺ മേടിച്ചില്ലായിരുന്നു. അത് കുറച്ചുകൂടി സെറ്റായിരുന്നു സാൽമൺ. പക്ഷേ ഇത് നല്ല കുറ്റം പറയാനില്ല. എന്നെക്കാട്ടി പിന്നെ വില കുറവാണ്. പാസ്ത ട്രൈ ചെയ്യട്ടെ. പാസ്ത അല്ല കിട്ടില്ല കേട്ടോ. നല്ല ക്രീമി പാസ്ത. ഇത് വയറ് നിറയ്ക്കുമെന്ന് തോന്നുന്നില്ല. ആണല്ലോ. സാൽമൻ്റെ കൂടെ പാസ്ത ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഈ ഡിഷ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴും ഇഷ്ടപ്പെട്ട്. പാസ്ത സെറ്റാ. സാൽമണും നൈസ്. അപ്പോൾ നമ്മൾ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 12:45 ഞാൻ എൻ്റെ ഫുഡെല്ലാം റേറ്റും ചെയ്യാൻ പോകുകയാണ്. എല്ലാം ഇന്ന് കഴിക്കുന്ന ഫുള്ളും. ഇതിപ്പോൾ ആദ്യത്തെ ഫുഡ് ആയതുകൊണ്ട് ഇത് ഓബ്വിയസ്ലി ടോപ്പിലാണ്. ബോയ്സ് പാനൽ ബൈ. ബോയ്സ് ഇത് ഓൺ ദ ഹൗസ് ആണ്. ഡെസേർട്ട് ഞാൻ ഓർഡർ ചെയ്തില്ല. എന്ത് ചെയ്യാൻ, ഞാൻ ഫുഡ് ബ്ലോഗർ അല്ല. പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നതിന് ഫുഡ് ബ്ലോഗർ ആക്കുകയാണ് ആൾക്കാർ. ഇതിലും പേസ്ട്രി അല്ല. ഈ പേസ്ട്രിനെക്കാട്ടിയും വളരെ നല്ലതായിരുന്നു പാസ്തയും സാൽമൺ. എനിക്ക് കുഴപ്പം നല്ലതാണ്. ജസ്റ്റ് എൻ്റെ ബ്രെഡ് ഭാഗം എന്തോ കുറച്ച് ബ്രെഡ് ഓക്കെ ക്യാമറ നീയും കഴി എന്നെ കൊണ്ടുവന്നു. ബോയ്സ് ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ എത്ര രൂപ കഴിച്ചെന്ന് അറിയാമോ? 0 രൂപയ്ക്ക്. എന്തുകൊണ്ടെന്ന് ചോദിക്കും. എനിക്ക് ആ ഫുഡിന് ബില്ലടിച്ചില്ല അവർ. എല്ലായിടും ഇഷ്ടക്കാരുള്ള ബില്ലടിക്കാതിരിക്കുമായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിനകത്ത് ബില്ലടിക്കാതിരിക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് പിന്നെയും 0 തൊട്ട് തുടങ്ങണമല്ലോ. കണ്ട ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് ഏതാണ് എടുക്കേണ്ടത്? ടെമ്പറാണ്. പിന്നെയും വന്നിട്ട് തുടക്കം തൊട്ട് ട്രൈ ചെയ്യുന്ന കണക്ക് തന്നെ ഉണ്ട് ഇത്. Try Zaitun restaurant expensive food. Zaitun restaurant? I have never heard of Zaitun restaurant. But doesn't matter, you know. Let's go to Zaitun. രണ്ടാമത്തെ റെസ്റ്റോറൻറ്റിൽ കുറച്ചേറെ പൈസ പൊടിയാൻ പോകുന്ന ഒരു ഫീൽ വരുന്നുണ്ട് എനിക്ക്. ഇതൊരു ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ എനിക്ക് ഈ റെസ്റ്റോറൻറ്റ്? ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഫിഷ് ആണ്. റെഡ് സ്നാപ്പർ എന്ന് പറയുന്നത്. വെയിറ്റ് അനുസരിച്ച് ഹോപ്പ്ഫുള്ളി അതിന് നല്ല വെയിറ്റ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. എൻ്റെ ഫുഡ് എത്തിയിരിക്കുന്നു ബോയ്സ്. കുറച്ചേറെ വലിപ്പമുണ്ടോ ഈ മീൻ? മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയും പ്രതീക്ഷിക്കണമല്ലേ. അതിൻ്റെ ബില്ല് എത്രയായിരിക്കും നമുക്ക് അവസാനം അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഹമ്മസ് ആണ്. ഹമ്മസ് ചേട്ടാ മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും എനിക്ക് തന്നെ ഫുള്ളും കഴിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് റൊട്ടിയൊക്കെ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ മീനിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടുണ്ട് കേട്ടാ, പുകയും. ഈ ഗ്രിൽ ചിക്കൻ അല്ലേ, ഗ്രിൽ ചിക്കൻ അതേ ഗ്രേവിയാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഗ്രിൽ ചിക്കൻ്റെ ഗ്രേവിയിൽ ഇപ്പോൾ മീൻ കഴിക്കുന്നത്. അപ്പോൾ ദ ഫിഷ് ഇസ് ലൈക്ക് റിയലി ഫ്രഷ്. ഇതെൻ്റെ അമ്മ വറുത്തെനിക്ക് വന്നിരുന്നത് കിടിലമായിരുന്നു. ഇതിപ്പോൾ ഒരു ഗ്രിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കണക്ക്. കുഴപ്പം നല്ല തലയൊക്കെ തിന്നണ. ഇത് ബാർബക്യൂ മസാലയാണെന്ന് പറഞ്ഞ് കുറച്ചേറെ സ്പൈസിയും കൂടിയാണ്. കുറച്ചെന്ന് വെച്ചാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാം, പക്ഷേ എന്നാലും നല്ല എരിവുണ്ട്. ഞാൻ ഹമ്മസ് ട്രൈ ചെയ്തില്ല. അത് മീൻ ഇടതാണ്. ഈ ഹമ്മസും മീനും ഈ റൊട്ടിയും നോക്കട്ടെ. ഹമ്മസ് തണുത്തിരിക്കുന്നത്, മീൻ ചൂട്. അപ്പോൾ അങ്ങനെ മീൻ തീർന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് നോക്കാം ഇതിന് എത്ര പൈസ ആയിട്ടുണ്ട്. കുറേയൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു എനിക്ക്. 3000 രൂപ, 4000 രൂപയുടെ മീൻ 1300 രൂപയുള്ളൂ. ഇനി നമുക്ക് ഏകദേശം 8700 രൂപ ചിലവാക്കാനുണ്ട്. എൻ്റെ ലക്ക് കൊടുക്കുന്ന കിഡിലുമാണ് കേട്ടോ. എനിക്കറിയാം സുപ്പീരിയർ ലക്ക്. എനിക്ക് ആ മീൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ്റെ ഫ്ലേവർ ആയിരുന്നു കുറച്ച്. അതെ ഉടനെ ഈ കട ഞാൻ സെക്കൻഡായിട്ട് റേറ്റ് ചെയ്യും. 2 കടയേ ഉള്ളൂ. ഇവിടെ എന്താ പേര്? കഹമിൽ. കണ്ട സന്തോഷം. നമുക്കപ്പം മൂന്നാമത്തെ ഇവിടെ ഡിസൈഡ് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഏതാണ് ബോയ്സ്? മൂന്നാമത്തെ കോർട്ടിയോ ഗ്ലോബൽ ക്വിസീൻ സാൽമൺ അല ഗ്രിഗ്ലിയ 1850 rupees plus tax. Let's freaking go. Now we are talking man. ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ നല്ല നല്ല സജഷൻ തരും. ഈ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല വലിപ്പമുണ്ട്, പക്ഷേ അകത്ത് പോയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എത്ര പൈസ പൊട്ടുവെന്ന്. വലിയ കഥ കാണുക. ഐ സ്മെൽ പ്രീമിയം ഹിയർ. ഓക്കെ, കാണാൻ നല്ല പോർഷനാണ്. നമ്മൾ ഓൾറെഡി സാൽമൺ കഴിച്ചതാണ് ഫസ്റ്റ്, പക്ഷേ അത് കൗണ്ട് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് സാൽമൺ കിട്ടിയപ്പം ഓക്കെ എന്ന് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ 2 ഐറ്റം റിപ്പീറ്റ് ചെയ്യാറില്ല. നമ്മുടെ സാൽമൺ എത്തുകയാണ്.
താങ്ക് യു. ബോയ്സ്, ഔട്ട് ഓഫ് ഓൾ ദ ഫുഡ് ദാറ്റ് വി ഏറ്റ് ടുഡേ ദിസ് ഇസ് ലൈക്ക് വെരി വെൽ പ്രസൻറ്റഡ്. ഏറ്റവും ആദ്യം നമുക്ക് ചോറ് ട്രൈ ചെയ്യാം. സാൽമൺ ഏറ്റവും അവസാനം. അല്ല, സാൽമൺ പിന്നെ എന്ത് ഗ്രേവിയാണോ ഒരു പുളിയുണ്ടോ അതിനകത്ത്? വാവ്, സാൽമൺ ട്രൈ ചെയ്യട്ടെ. പിങ്ക് ഫ്ലഷ്. എനിക്ക് പുളിയൊക്കെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഇത് മീൻ കുറേ ഉണ്ട്, പക്ഷേ ഇന്നത്തെ ഏറ്റവും വില കൂടിയ ഡിഷാണ്. ഈ ഇറച്ചി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. പക്ഷെ എന്നാലും എനിക്ക് രാവിലത്തെ കുറച്ച് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നാലും രണ്ടും കിട്ടില്ല. ബോയ്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ കഴിച്ചിരിക്കുന്ന 3 ഐറ്റമാണ്. ഒരെണ്ണം കൗണ്ട് ചെയ്യുന്നില്ല. ആ 3 ഇത് സെക്കൻഡിൽ വരും. തേർഡിൽ വരും നേരത്തെ കഴിച്ച മറ്റേ ചിക്കൻ ടേസ്റ്റുള്ള ഒരു ഫിഷ് ഇല്ലേ, അത്. ഡൺ ബോയ്സ്, ഡൺ. ഫൈനലി നമുക്കൊരു നല്ല ബില്ല് കിട്ടിയിരിക്കുകയാണ്. 1943 കേട്ടാ. എനിക്ക് വയ്യ. 16 ആയിട്ടേ തീരത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കൂടി. ആയാ ഗ്രിൽഡ് മട്ടൺ ഷോൾഡർ ആന്ത് ഫുഡാണ്. ഷെറിൻ സന്തോഷ് പറയുന്നു. ഷെറിൻ സന്തോഷ്, മട്ടന്റെ ഷോൾഡർ കിട്ടുമെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. ഇടയ്ക്ക് വെച്ച് 1-2 കമന്റ് കണ്ടായിരുന്നു എന്നെയും കൂടെ കൂട്ടുപോകുന്നു. ഇനി അധികം നെക്കി കഴിഞ്ഞാൽ അവരെ കൂട്ടണോ? എന്തായാലും നിങ്ങൾ കമന്റിൽ പറ, ഞാൻ ആ നെക്കിയിട്ടില്ലെങ്കിൽ. നമുക്ക് മട്ടൺ ഷോൾഡർ കിട്ടിക്കഴിഞ്ഞു കോപ്പർ കിച്ചണിനകത്ത്. ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ബലമായ ഓൺലൈൻ സംശയം. എന്നാലും നമുക്ക് നോക്കാം. എന്താ പുകയാണല്ലോ ഇവിടെ എന്താ ഇത്ര പുക? കോപ്പർ കിച്ചണിൽ CV ഉണ്ടെന്ന് നീ അറിഞ്ഞില്ല കേട്ടാ. അങ്ങോട്ട് നോക്കി. നമുക്ക് നമ്മുടെ തപ്പി ഐറ്റം ഉണ്ടാകുന്ന നോക്കട്ടെ. നമുക്ക് സാധനം കിട്ടി കേട്ടാ. കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ചേട്ടനിക്ക് ചോദിച്ചു, ചേട്ടൻ കാണിച്ചു തന്നു. വേണ്ട ഗ്രിൽഡ് ഷോൾഡർ, ഗ്രിൽഡ് മട്ടൺ ഷോൾഡർ. നമുക്ക് നോക്കാം. നീ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന നേരത്ത് ഏതെങ്കിലും ഒരു ലക്കി ആൾക്ക് കിട്ടി കഴിഞ്ഞാൽ അവനെ അടുത്ത ഫുഡിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകാൻ കേട്ടോ. ഒരു ചെറിയൊരു പ്രോബ്ലം കേട്ടാ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനം ഇവിടെ ഇല്ല. ഇവിടെ മിക്ക കടയിലും എന്താണ് മറ്റേ ആ സീ ഫുഡ് പ്ലാറ്ററും ഇല്ല. ഇവിടെ മറ്റേ ഷോൾഡർ കബാബും ഇല്ല. അപ്പം നെക്സ്റ്റ് ബെസ്റ്റ് തിങ്, വേറെ കടയിൽ പോയി ഇനി സമയമില്ല നമുക്ക്. ഞാൻ ഒരെണ്ണം മാനുവലി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെയിം കടയിലെ വേറൊരു കമൻറ്റ്. അപ്പം ഒരു ഐഷ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു കോപ്പർ കിച്ചണിൽ എന്തുവാണ് നോൺ വെജ് മിക്സ് പ്ലാറ്റർ കഴിക്കുക. അത് ഇതിനെക്കാട്ടിയും വില കൂടുതൽ രൂപയാണ്. അപ്പം നല്ലതാണ്. 2260 രൂപ. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ഫുഡുണ്ട്. അതാണ് ഒരു കുഴപ്പം. പിന്നെ അതല്ലാതെ പിന്നെ 12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു 12 ഫീറ്റ് കബാബ് പ്ലാറ്ററും കൂടി ഉണ്ട് ഇവിടെ. അത് പിന്നെ എനിക്ക് വയ്യ. എൻ്റെ പ്ലാറ്ററിന് കുറച്ച് വലിപ്പമുണ്ട്. ഈ പ്ലേറ്റിൻ്റെ അടിയിൽ കുറേയേറെ ചോറും ഉണ്ടല്ലോ. എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. കുറേ കബാബൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വിട്ടുകൊടുത്താൽ തീരത്തില്ല കേട്ടോ. ഇത് മീനാണെന്ന് തോന്നുന്നു. ചെമ്മീൻ കഴിക്കാം. എനിക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് എത്ര അടി വരെ ഉണ്ടെന്ന്. അത്രയ്ക്ക് താഴെ അല്ലെങ്കിലും കുറച്ച് ലെയർ ഉണ്ട്. മറ്റേത് ഞാൻ എറണാകുളത്ത് ചെയ്തപ്പോൾ ഇല്ലേ, എല്ലാം 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അത്രയ്ക്ക് കൂടുതൽ ഫുഡില്ലായിരുന്നു. ഇത് 5000 കഴിച്ചപ്പോൾ തന്നെ കോഴിക്കോട് അങ്ങനെ അത്രയ്ക്ക് കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല. അത് നോർമൽ ഹോട്ടൽസേ ഉള്ളൂ. പക്ഷേ ഫുഡ് കുറവുണ്ട്. ഇത് കണ്ടോ, ഇത് 4 പേർക്കുള്ള ഫുഡാണ്. ചോറിലോട്ടും കൈവെക്കാം. 2 ടൈപ്പ് ഫ്ലേവർ ചോറുണ്ട് കേട്ടോ. ഐ ഫീൽ ഐ എം ഗോണ ലൂസ്, ബട്ട് ഐ എം ഗോണ ട്രൈ മൈ ബെസ്റ്റ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇറച്ചി കഴിക്കുന്നതിന് കുഴപ്പമൊന്നും എനിക്ക് നമ്മൾ കഴിച്ചത്. പക്ഷെ ഇപ്പം ചോറ് ഇറങ്ങില്ല. ഇവർക്ക് ചോദിച്ചപ്പോൾ ഒരു ചോറെന്നാണ് പറഞ്ഞത്. ഇത് മന്തി റൈസ് മോനെ കോട്ടൻ്റെ പുറത്തൊന്നും അർജുനമ്പിക്ക് ഇറങ്ങത്തില്ല. അത് പണ്ടോട്ട് അങ്ങനെയാണ്. എനിക്കത്ര ഇഷ്ടമല്ല. എന്തൊക്കെ പറഞ്ഞാൽ കോട്ടൻ്റെ പുറത്തോട്ട് പോകത്തില്ല. ഇപ്പോൾ ഏകദേശം ഞാൻ കോട്ടർ ഒരു ഭാഗത്ത് തീർത്തിട്ടുണ്ട്. ഇത്രയും ഇറച്ചിയും തീർത്ത്. ഈ സ്ക്വിഡ് എന്താ പുളിക്കുന്നതായിട്ട് പുളിപ്പുണ്ട്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. ഇത് പിന്നെ ഈ കുറച്ച് കൂന്തൽ ചിലപ്പോൾ കഴിക്കില്ലായിരുന്നു. കുറച്ച് പുളിപ്പ് നല്ല. ഈ ഫുൾ ടോട്ടൽ കോസ്റ്റ് ഒരു 400 രൂപ ഇറക്കി. ചോറിന് ഒരു 300 പിന്നെ കൂന്തൽ ബാക്കി വെച്ചെന്നും പറഞ്ഞൊരു 100. നമ്മൾ 10,000 തികയ്ക്കും. ചോറിന് വേണ്ടി കുറയ്ക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ബില്ല് 2699 രൂപയാണ്. അപ്പോൾ 400 രൂപ കുറയ്ക്കേണ്ട, നിങ്ങൾ 500 രൂപ കുറച്ചോ. ചോറ് ഞാൻ പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ബോയ്സ്, നമുക്ക് അടുത്ത കിട്ടിയത് ബെൽജിയം ചോക്ലേറ്റ് ഫ്രാപ്പച്ചിനോ സ്റ്റാർബക്സ് ആണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർബക്സിലെത്തി. പക്ഷേ ബെൽജിയം സീസണിലായതുകൊണ്ട് ഇവിടെ ഇല്ല. അതിന് പകരം നെക്സ്റ്റ് ബെസ്റ്റ് ചോക്ലേറ്റ് ഫ്രാപ്പച്ചിനോ നമ്മൾ മേടിച്ച്. പക്ഷേ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ 457 മാത്രമേ ഉള്ളൂ. ഇനിയും എനിക്ക് 4000 രൂപയെങ്കിലും ചിലവാക്കാനുണ്ടെന്ന് തോന്നുന്നു. ഐ എം ക്വൈറ്റ് ഡിസപ്പോയിന്റഡ് ടു ബി ഓണസ്റ്റ്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പരമാവധി. പക്ഷേ ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, ഇനി നാളെ ഉച്ചയ്ക്ക് 12 വരെയുടെ സമയമുണ്ട്. നമ്മുടെ ഹോട്ട് കോഫി എത്തിയിരിക്കുന്നു. ഐ വാസ് എക്സ്പെക്ടിങ് ഇറ്റ് ടു ബി ഹോട്ട്, ബട്ട് ഇറ്റ്സ് നോട്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഹോട്ട്. പൊക്കത്ത് ക്രീമായിരുന്നു, തണുത്തിരിക്കുമായിരുന്നു. താഴത്തോട്ട് ഇതിപ്പോൾ തീരാറാകുകയാണ്. ബോയ്സ്, അടുത്ത ദിവസം ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചവരെ സമയമുള്ളൂ. എന്തായാലും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ഹൽവ ഇൻ കോഴിക്കോട്. അപ്പോൾ ഈ സമയത്ത് ഹൽവ നമ്മൾ ഓൾറെഡി രാവിലെയാണ് ഹൽവ വാല എന്ന് പറയുന്ന ഒരു കട തുറന്നിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഹൽവ മേടിക്കും. അവിടുത്തെ ഏറ്റവും വില കൂടിയ ഹൽവ 1 കിലോ കഴിക്കാൻ പറ്റി. അത്ര നല്ലതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഏതാ ഹൽവ? ഷോൾഡർ ഫ്രീ, ഷുഗർ ഫ്രീ. ഷുഗർ ഇല്ലാത്ത വില കൂടുതൽ. ആ കറുത്തതോ? ഷുഗർ നോർമൽ ഉള്ളതുണ്ടല്ലേ. എന്താ വെച്ചിരിക്കുന്ന
മധുര തുളസിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം ചെയ്താ ഷുഗർ ഫ്രീ കോക്കോ ഹൽവ 1220. ലെറ്റ്സ് ഗോ. അത് കഴിച്ചാൽ നമുക്ക് ആ പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഫുൾ പ്രൈസ് എന്ന് പറയുന്നത് 1358 ലെറ്റ്സ് ഗോ. കാണാമോ ബോയ്സ്? ഞാൻ ഡ്രസ്സ് മാറി ഹൽവ കഴിക്കുന്നതിനിടയ്ക്ക് താഴത്ത് വീണാൽ ശരിയാതില്ലല്ലേ. ഒടുക്കത്തെ പാക്കിംഗ് ആണ്. പാക്കിംഗ് ചെയ്യണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യും മല്ലയ്യാ. ലാസ്റ്റ് 2 കഴിച്ച ഐറ്റം റേറ്റ് ചെയ്തില്ലായിരുന്നില്ല. മറ്റേ എന്തുവാണ് പ്ലാറ്റർ ഏറ്റവും അവസാനം ഇടും ഞാൻ. സ്റ്റാർബക്സിന്റെ കോഫി എനിക്ക് തോന്നുന്നു മറ്റേ സെക്കൻഡ് സാൽമൺ കഴിച്ചില്ലേ, അതിനെക്കാട്ടിലും പൊക്കത്ത. 1 കിലോ കഴിക്കണം, 1 കിലോ. എന്നിട്ട് 1000 ഇത്ര കൂടത്തുള്ളൂ. മൈ സ്ട്രാറ്റജി ഇസ് ടു ജസ്റ്റ് ഗോ. എന്താ ഒട്ടിയിരിക്കുന്നു, മുറിച്ചില്ലേ അവൻ? വൺ തേർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ണം വെച്ച് തുടങ്ങുന്ന കേട്ടാ. എന്റെ 6 പാക്ക് ഒക്കെ പോകുന്ന വഴി കാണുന്നില്ലേ. പിന്നെ കുറച്ച് വണ്ണം കൂടിക്കോട്ടെന്നും പറഞ്ഞ് ഇരിക്കുക ഞാൻ. പിന്നെ കട്ട് ചെയ്ത് സെറ്റ് ആക്കാൻ ബോഡി. ഒരു 110 കിലോ പൊക്കോട്ടെന്നും പറഞ്ഞിരിക്കുക. Come on, I can do it. Like, I still have space. The problem is like it's sweet. It's sugarless, but it's sweet. And it tastes like brownie. How much calorie is like 1 kilo halwa? Well, just 1/4 of the way. 1/4 or maybe like 1/3. 1 kilo halwa, 1 kilo. ആദ്യം കേട്ടോ ലൈഫിൽ രാവിലെ ചെയ്തിട്ട് 1 കിലോ ഹൽവ. ചെയ്യാതെ. I'm never eating another halwa in my life. Done. നമ്മളെത്തിരിക്കുകയാണ് പാരഗണിൽ. ഞാനിവിടെ ചിലപ്പം ബിരിയാണി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് മട്ടൺ സ്റ്റൂ ആണ്. എന്തായാലും അതിരാവിലെ മട്ടൺ സ്റ്റൂ ഉണ്ടോ എന്ന് നമുക്ക് പോയി അറിയാം. ഹൽവ കഴിഞ്ഞിട്ട് മട്ടൺ സ്റ്റൂ എനിക്ക് വയ്യ. പോയതപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂവും അപ്പം എത്തിയിട്ടുണ്ട്. അപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു, അത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. നമ്മൾ കോമ്പിനേഷനിൽ കഴിക്കണം, അല്ല വെറുതെ കഴിച്ചിട്ട് കാര്യമുണ്ട്. ഇതുവരെ കഴിച്ച ഫുഡിനകത്ത് ഹൽവ മാത്രം വയറ്റിനകത്ത് ഇരിക്കുന്നത് എനിക്കൊരു ദുഃഖം. നമുക്ക് കഴിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം ഇത്. ഞാൻ 3 അപ്പം കൂടി ഒരുമിച്ച് കഴിക്കുന്ന സമയമില്ല. നമുക്കിനി 3 മണിക്കൂർ 10,000 കാലറി ആക്കാനുള്ളത്. ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റായില്ല. വെറുതെ അപ്പം മേടിച്ചിട്ട് വയറ് നിറയ്ക്കുക. ഇതാണെങ്കിൽ പൈസ അത്രയ്ക്ക് വലുതായിട്ട് ഇതില്ല. ബോയ്സ് അവിടെ കോസ്റ്റ് വന്നിരിക്കുന്നത് 611. സത്യം പറഞ്ഞാൽ ഞാനത് വെറുതെ എക്സ്ട്രാ 16 രൂപയുടെ അപ്പമൊക്കെ ആഡ് ചെയ്തു. 3 അപ്പമൊക്കെ വെറുതെ വയറ് നിറച്ച് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും കൂടി മേടിച്ച് അതിനോട് കൂടിയാണ് 611. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കറണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ 7,880 രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊക്കത്തായിട്ട് കാണാം. നല്ല കിട്ടണം പ്ലീസ്. എന്തായാലും നല്ലത് കിട്ടണേ. ലോബ്സ്റ്റർ കിട്ടി. പക്ഷേ ലോബ്സ്റ്റർ ഇവിടെ കിട്ടുമോ? കോഴിക്കോട് സീ ഫുഡ് ഇന്നലെ തൊട്ടില്ല കേട്ടോ. അപ്പോൾ ടാസ്ക് ആയിരിക്കും. നമ്മൾ നമ്മുടെ ഫൈനൽ ലൊക്കേഷനായ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്തൊന്നും ഇല്ല. നമുക്ക് കേരളീയം എന്ന് പറയുന്നത് ഹോട്ടലാണ്. റിസോർട്ട് കണ്ട നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. നമ്മൾ തെങ്ങിൻ്റെ ഒരേ ലെവലിലാണെന്ന് തോന്നുന്നു. എനിക്ക് നമ്മുടെ ലോബ്സ്റ്റർ എത്തിയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ മിസ്റ്റർ ബീലൊക്കെ ഇങ്ങനെ കഴിക്കത്തില്ല റിസോർട്ട് മൂവിക്കകത്ത്. അങ്ങനെ ചെയ്യാറില്ല. എല്ലാം നമുക്ക് മടിയിടാം. അപ്പം നമ്മുടെ ലോബ്സ്റ്റർ എനിക്ക് വയ്യ. ഇത് 2 ടൈപ്പ് സാലഡ് എന്തിനാണെന്ന് അറിയത്തില്ല. ഒന്ന് വെറുതെ, ഒന്നും ഇടാത്ത സാലഡ്, പിന്നെ കുറച്ച് ഉപ്പും കുറവുകളൊക്കെ ഇട്ട സാലഡ്. ബോയ്സ്, അപ്പം ഇതെൻ്റെ ലൈഫിൽ 2ാമത്തെ ലോബ്സ്റ്ററാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോകമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചി വെച്ച് കഴിച്ചു. അതെനിക്ക് ഉറപ്പില്ല ഫ്രഷ് തന്നെ ആരാണല്ലോ. ഇതും ഫ്രഷ് ആണെന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും കഴിച്ചിട്ട് ഞാൻ പറയാം കഴിഞ്ഞതാണ് ഇതാണ് നല്ലത്. നല്ല ഫുൾ മീറ്റിൽ തന്നെ പിടിക്കാം. Come on. Yes. Come on, boys. Oh, that's a big chunk. ഇത് സാധാരണ അല്ല, കോണ്ടിനെൻ്റൽ സ്റ്റൈലിലാണ് കുക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം, കഴിഞ്ഞതിനെക്കാട്ടി നല്ലേ മിക്സ് ആയിട്ട് തോന്നുന്നു. പുളിയുള്ള സാധനമാണ് തോന്നുന്നു. പക്ഷെ എൻ്റെ എന്തോ സങ്കല്പത്തിലുള്ള ലോബ്സ്റ്ററിൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടാ. എനിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി കഴിക്കേണ്ടി വരും ലൈവായിട്ട്. എൻ്റെ മുമ്പിൽ ജീവനുള്ള ലോബ്സ്റ്ററിനെ പിടിച്ചിട്ട് മുറിച്ചിട്ട് തരണം. ഞാൻ കഴിച്ചേ എടുത്തോ, ഫുൾ എടുത്തോ. It's good. It's good. First time. Oh. It's better than last time. Okay, that definitely there. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കിടിലുവാ, അതെന്തായാലും ഉറപ്പാണ്. എൻ്റെ മുള്ള് കയ്യൊക്കെ കൊള്ളാറുണ്ട്. ഇവിടെ നിന്നിട്ട് എന്തോ കഴിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. മെയിൻലി എൻ്റെ ഇതിൻ്റെ സോസിൻ്റെ കൂടെ കുറച്ചൊരു ടേസ്റ്റ് കേട്ടോ. എൻ്റെ കൈക്കകത്തൊക്കെ വല്ലതും ഉണ്ടോ? എന്തുവാണ് പേപ്പർ കുറച്ചൊക്കെ മെനക്കിടണം. വരും
ഞാൻ അല്ലെങ്കിലും ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല, പിന്നെ ഇത്ര വില കൂടി ഫുഡ് എന്തിനു വേസ്റ്റ് ചെയ്യണം? ടെൽ മീ ഇഫ് ഐ വേസ്റ്റ് ഉണ്ടോ? ഇതിൻ്റെ എല്ലാ കൈകളിലും ഒക്കെ മാംസം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ എന്തുവാണ് പൂത്തിരിക്കുന്ന മുള്ള. ഇത് ഞാൻ കൈവച്ച് ഒടിക്കാൻ നോക്കിയിട്ട് എൻ്റെ കൈ കീറി. ഓ എനിക്ക് വയ്യ. എന്തായാലും ഇതെനിക്കൊന്ന് വാവച്ച് കടിച്ചൊടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിനകത്തോട്ടൊക്കെ ഫുൾ പച്ച ടേസ്റ്റാണ്. കുഴപ്പമില്ല, നല്ല ആ ഫ്ലേവറായിട്ട് കറക്റ്റായിരിക്കും. എത്ര രൂപ ആയിക്കാണ്? ഗസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലൂസ് തരാം. ഇവിടുത്തെ സ്റ്റേറ്റ് ജി എസ് ടിയും സെൻട്രൽ ജി എസ് ടി എന്നും പറഞ്ഞ് 9% ടാക്സ് ഉണ്ടായിരുന്നു. അത് തന്നെ 510 രൂപയായി രണ്ടും കൂടി. അപ്പം എല്ലാവരും ടോട്ടൽ മണി ഈസ് 3,398. ലെറ്റ്സ് ഫ്രിക്കിൻ ഗോ. ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ് ബോയ്സ്. നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങളുടെ നാട്ടിൽ ചെയ്യാം. എന്തായാലും ഇനി ചെയ്യാൻ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ.